Morning. Next topic, Ampere's circuital law. The closed line integral of magnetic field around a current carrying conductor is equal to absolute permeability times the total current threading the conductor. നോക്കാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതൊരു ഇൻഫൈനൈറ്റ് കണ്ടക്ടറാണ്. ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡാണ് കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അതൊരു സർക്കുലർ ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പാണ്. ഇതിന് പറയുന്ന പേര് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ക്ലോസ്ഡ് ലൂപ്പിൽ ഒരു ചെറിയ പോയിൻ്റ് ഡി എൽ, ആ ഡി എൽ മുഴുവനും കൂട്ടി സമപ്പ് ചെയ്താൽ കിട്ടുന്നതാണ് മൊത്തം ഡി എൽ അഥവാ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സമ്മേഷനാണ്. ഡി എല്ലിൻ്റെ ആകത്തുക ഇൻ്റഗ്രൽ, ലൈൻ ഇൻ്റഗ്രൽ. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ മുഴുവനും, അതാണ് ക്ലോസ്ഡ് എന്നിട്ടിരിക്കുന്നത്. അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇത് മൊത്തം അതിൻ്റെ വാല്യൂ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതാണ് എഴുതിയിരിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു, ബാക്കി ശ്രദ്ധിക്കാം, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ടൈംസ് മ്യൂ സീറോ എന്നുള്ള പുതിയ വാക്കാണ് പെർമിയബിലിറ്റി. ഇത് വെച്ചിരിക്കുന്നത് ഈ കോൺഫിഗറേഷൻ, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്ന എയർ ഓർ വാക്വത്തിലായിരിക്കാം. അതുകൊണ്ട് മ്യൂ സീറോ ടൈംസ് കറണ്ട് ത്രെഡിങ് ദ കണ്ടക്ടർ, ചിലപ്പോൾ പുതിയ വാക്കായിരിക്കാം ത്രെഡിങ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. മ്യൂ സീറോ ടൈംസ് ഐ എന്ന് പറയുന്ന കറണ്ട് ത്രെഡിങ് ദ കണ്ടക്ടർ. അപ്പോൾ ഇതിനെയാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ, പാസിങ് ത്രൂ ദ കണ്ടക്ടർ. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, അത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബി ഡി എൽ കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ബിയുടെയും ഡി എല്ലിൻ്റെയും ഇടയിൽ ഉള്ള ആംഗിൾ. ബി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ലൂപ്പാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് ടാൻജൻ്റാണ് ബിയുടെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും. ഇനി ഒരു ചെറിയ പോർഷൻ ഡി എൽ എടുത്ത് നോക്കാം. ചെറിയ പോർഷൻ ഡി എൽ, ആ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എന്താ? ആ പോയിന്റിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ബി എല്ലിൻ്റെയും ഡി എല്ലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ കോസ് 0 എന്ത് വരും? 1 വരും. അപ്പോൾ ബി ഡി എൽ കോസ് തീറ്റേനെ ബി ഡി എൽ എഴുതാം. ഇനി ഈ ലൂപ്പിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടറാണ്. അപ്പോൾ ബയാഡ്-സവാർട്സ് ലോ വെച്ച് നമുക്കതിൻ്റെ വാല്യൂ കണ്ടെത്താം. മ്യൂ 0/4π 2I/r എന്നാണ്. ഇത് ബയാഡ്-സവാർട്സ് ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന വാല്യൂ ആണ്, ഒരു ഡെറിവേഷനാണത്. നമ്മൾ ആ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. ബി ഈക്വൽ ടു മ്യൂ 0/4π 2I/r. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമ്മളത് എഴുതുന്നു. ഡി എൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ അറിയാം അതെല്ലാം കോൺസ്റ്റൻസാണ്. ഐ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ 0/4π കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻസിനെ എല്ലാം നമ്മൾ ഇൻ്റഗ്രലിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് വരും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കംഫറൻസ്, എല്ലാ ഡി എല്ലും കൂടെ ചേർത്ത് വയ്ക്കുന്നതാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ. അതെന്ത് വരും? അതിൻ്റെ ചുറ്റളവ് 2πr. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 2 × 2 4 ന്യൂമറേറ്ററിൽ 4ഉം ക്യാൻസലായി പോവും, പൈയും ക്യാൻസലായി പോവും, ആറും ക്യാൻസലായി പോവും. ബാക്കി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മ്യൂ 0I. അതാണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0I, ഹെൻസ് പ്രൂവ്ഡ്. താങ്ക് യു.